ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, عن ابن عباس رضي الله تعالى عنهما قال ليلة نسري بنبي الله صلى الله عليه وسلم نظر في النار. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രായിന്റെ രാത്രിയിൽ ജിബ്രീലുമായിട്ട് കടന്നു പോയപ്പോ നബി തങ്ങൾ നരകത്തിലേക്കൊന്ന് നോക്കി. ഫൈദൻ ഖൗമുൻ യഅകുലൂനൽ ജീഫാ, ഫൈദൻ ഖൗമുൻ യഅകുലൂനൽ ജീഫാ. ചില ജനങ്ങളാ നരകത്തിൽ നിന്ന് ശവത്തെ തിന്നുകയാണ്. ചില ജനങ്ങൾ ശവത്തെ തിന്നുകയാണ്. ഇത് കണ്ട മാത്രയിൽ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു പോയി, ഖാല മൻ ഹൗലാഇ യാ ജിബ്രീൽ, മൻ ഹൗലാഇ യാ ജിബ്രീൽ. ഇക്കൂട്ടനാരാണ് ജിബ്രീലേ, ഇക്കൂട്ടനാരാണ് ജിബ്രീലേ എന്ന് ജിബ്രീലിനോട് ചോദിക്കുമ്പോ, സഹോദരാ സഹോദരി ഒന്ന് കേൾക്കണേ, ആരാണെന്ന് ജിബ്രീല് പറഞ്ഞു കൊടുത്തതെന്നറിയുമോ? ഖാല ഹൗലാഇ യഅകുലൂന ലുഹൂമൻ നാസ്. യേശുവിനെ പറയുന്നവനായിരുന്നു ഇവൻ, പരദൂഷണം പറയുന്നവനായിരുന്നു ഇവൻ, അപരാധം പറയുന്നവനായിരുന്നു ഇവൻ, മറ്റ് സഹോദരങ്ങളെ കുറിച്ച് ജനങ്ങളെ കുറിച്ച് ജനങ്ങളുടെ ഇറച്ചി തിന്നുന്നവനായിരുന്നു ഇവൻ. അതുകൊണ്ട് നരകത്തിൽ ഇവന്റെ ഭക്ഷണം അത് ശവമായിരിക്കുമെന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര നീചമായ, എത്ര മ്ലേച്ഛമായ ശിക്ഷയാണ് സഹോദരാ. ഒന്ന് നിർത്തിക്കൂടെ? നിന്റെ നാവിന്റെ ഈ ബുദ്ധിമുട്ട്, നിന്റെ നാവിന്റെ ഈ മോശപ്രവർത്തനങ്ങൾ ഒന്ന് നിർത്തിക്കൂടെ? ഗീബത്തുകാരുടെ ദുർഗന്ധത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാല കുന്നാ മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർതഫാ റീഹു ജീഫത്തിൻ മുൻതനിതൻ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിൽ ഇരിക്കുമ്പോ ഫർതഫാ റീഹു ജീഫത്തിൻ മുൻതനതിൻ, വളരെ ദുർഗന്ധമേറിയ ദുർമാറ്റമേറിയ ഒരു ശവത്തിന്റെ നാറ്റം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. ഇത് മണത്ത സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു പോയി, അതദുറൂന മാ ഹാദാ റീഹു യാ സഹാബാ. സഹാബാ, ഈ നാറ്റം, ഈ ദുർനാറ്റം, ഈ വാസന എവിടെ നിന്നറിയുമോ സഹാബാ? സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുത്തു, ഖുൽനാ അല്ലാഹു വറസൂലുഹു അഅലം. നബിയെ, അല്ലാഹുവും അവന്റെ പ്രവാചകനുമാണ് അതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവൻ. സഹാബത്ത് പറയുകയാണ്, നബിയെ അങ്ങേക്കറിയാം, അല്ലെങ്കിൽ അല്ലാഹുവിനറിയാം. റസൂലുള്ളാഹ് ആ നാറ്റത്തെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഫഖാല ഹാദാ അല്ലദീ റീഹുല്ലദീന യഗ്താബൂന അന്നാസ മിനൽ മുസ്ലിമീൻ. ഗീബത്ത് പറയുന്നവന്റെ വാസനയെ കുറിച്ച്, ദുർനാറ്റത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. ആ നാറ്റം, ആ മ്ലേച്ഛമായ, ആ ദുർഗന്ധമേറിയ നാറ്റം എവിടെ നിന്നറിയുമോ സഹാബാ? ആ നാറ്റം ആരുടേതെന്നറിയുമോ സഹാബാ? ഹാദാ റീഹുല്ലദീന യഗ്താബൂന അന്നാസ് മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ഇറച്ചി തിന്ന മനുഷ്യ, മുസ്ലിമീങ്ങളുടെ പച്ച ഇറച്ചി തിന്ന സഹോദരി, നിന്റെ നാറ്റമാണ് അതെന്ന് റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുകയാണ് സഹാബത്തിന്. ഓർക്കൂ സഹോദരാ, എത്ര മ്ലേച്ഛമായ കാര്യമാണ്, നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് അവരെ കുറിച്ച് പറയും, നാളെ ഖിയാമത്തിന്റെ നാളിൽ കടന്നു വരുമ്പോ നമ്മൾ സ്വർഗത്തിലേക്ക് ഒരു കാലെടുത്ത് വെക്കുമ്പോ പിന്നിൽ നിന്നൊരു മനുഷ്യൻ അവനെ തട്ടി വിളിക്കും. എന്നിട്ട് പടച്ച തമ്പുരാനോട് പറയും, അല്ലാഹുവേ, ഇവൻ എന്നെ കുറിച്ച് അപരാധം പറഞ്ഞവനാണ്, എന്നെ അടിച്ചവനാണ്, എന്നെ വേദനിപ്പിച്ചവനാണ്, എന്നെ ബുദ്ധിമുട്ടിച്ചവനാണ്, എനിക്ക് ഇത്ര രൂപ അവൻ കടം തരാനുണ്ട് പടച്ച തമ്പുരാനെ, അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലേക്ക് കയറ്റരുതേ എന്ന് ആ മനുഷ്യൻ വിളിച്ച് പറയുമെങ്കിൽ, സഹോദരങ്ങളെ, സ്വർഗത്തിലേക്ക് കയറാൻ വേണ്ടി ഒരു കാലെടുത്ത് നമ്മൾ മുമ്പോട്ട്
മുമ്പോട്ട് വെച്ചു, ഒരു കാലെടുത്ത് മുമ്പോട്ട് വെച്ചു, അടുത്ത കാല് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ കയറിയ മനുഷ്യൻ പിന്നെ ആ സ്വർഗത്തിൽ നിറങ്ങില്ല. പക്ഷേ ആ അടുത്ത കാല് വെക്കുന്നതിന് മുമ്പേ ഒരു സഹോദരൻ വന്നവനെ തട്ടി വിളിച്ചിട്ട് പടച്ച തമ്പുരാനോട് പറയും. അപ്പോ ആ സഹോദരനെ ആ സ്വർഗത്തിലേക്ക് കയറാൻ നിന്ന മനുഷ്യനെ മാറ്റി നിർത്തുകയാണ്. സഹോദരങ്ങളെ, എത്ര സുഹൃതപരം പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. നിന്റെ നാവിനെ സൂക്ഷിക്കാതെ നീ എത്ര നോമ്പ് പിടിച്ചിട്ടും, എത്ര ഖുർആൻ ഓതിയിട്ടും, എത്ര സുഹൃതങ്ങളെ പ്രവർത്തിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. കാരണമെന്താ? അങ്ങനെ പ്രവർത്തിച്ചിട്ട സുഹൃതങ്ങളെല്ലാം നീ ഗീബത്ത് പറഞ്ഞവന് വേണ്ടി, നീ അടിച്ചവന് വേണ്ടി, നീ അപരാധം പറഞ്ഞവന് വേണ്ടി, നീ മോശത്തരം മറ്റുള്ളവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നാളെ നിന്റെ കഴുത്തിന് പിടിച്ച് നിന്റെ സുഹൃതങ്ങളെല്ലാം മേടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.